സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. നടൻ സിദ്ധാർത്ഥ് പ്രഭു അങ്ങനെ ജയിലിലേക്ക്. സിദ്ധാർത്ഥനെ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും സിദ്ധാർത്ഥനെ അറിയാമായിരിക്കും. തട്ടിയും മുട്ടിയും എന്ന ഒറ്റ സീരിയലിലൂടെ തന്നെ ഒരുപാട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് പ്രഭു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപ്പും മുളകും എന്ന് പറയുന്ന ടെലി സീരിയലിലും സിദ്ധാർത്ഥൻ അഭിനയിക്കുന്നുണ്ട്. ഈ സിദ്ധാർത്ഥൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടിക്ക് ഫിറ്റായിട്ട് വണ്ടി ഓടിച്ച ഒരു പാവൻ ലോട്ടറി കച്ചവടക്കാരനെ വണ്ടി ഇടിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ. അന്ന് ഞാൻ ഉൾപ്പെടെ പല ആളുകളും സിദ്ധാർത്ഥൻ കാണിച്ച ഈ വൃത്തികേടിനെ ചോദ്യം ചെയ്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ വന്ന് ഇട്ടിരുന്നൊരു കമൻ്റ് ഉണ്ട്. അതായത് ഈ ഉപ്പും മുളകും എന്ന സീരിയൽ ഞങ്ങൾ കാണുന്നത് നിർത്തിയതായിരുന്നു, സിദ്ധാർത്ഥൻ അതിനകത്ത് അഭിനയിക്കാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെയും ആ ഒരു സീരിയൽ കാണാൻ തുടങ്ങിയത്, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്ന കണ്ടു. എന്തിനധികം പറയുന്നു, ഉപ്പും മുളകുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചെറിയ ഷോർട്സുകളും ഒക്കെ ഇൻസ്റ്റയിൽ കിടന്ന് കറങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വന്നിരുന്നൊരു കമന്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ നിർത്തിയതായിരുന്നു ഈ സീരിയൽ, സിദ്ധു വന്നതിന് ശേഷമാണ് കാണാൻ തുടങ്ങിയത്. അതായത് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്തോ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ഇങ്ങനൊരു പരിപാടി കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായില്ലേ? ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഴ്സണൽ ജീവിതം വേറെ, പ്രൊഫഷണൽ ജീവിതം വേറെ. മനസ്സിലായോ? നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. പേഴ്സണൽ ലൈഫിൽ പുള്ളി കാണിച്ച ഒരു തലിവേറിത്തരം, അങ്ങനെ തന്നെ കഴിവേറിത്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയണം. കാരണം അതുപോലത്തെ പരിപാടിയാണ് കാണിച്ചത്. അടിച്ച് ഫിറ്റായിട്ട് വണ്ടി, അതും ഭയങ്കര റാഷായിട്ട് ഓടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഓടിച്ച് 1-2 വണ്ടിയിലൊക്കെ കൊണ്ട് തട്ടി ലാസ്റ്റ് സൈഡിൽ നിന്നിരുന്ന ഒരു പാവൻ ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ച് ആശുപത്രിയിലായിരുന്നു. ആ പാവം മനുഷ്യൻ ഇപ്പം മേപ്പോട്ടങ്ങ് പോയി. കുറച്ച് മുമ്പ് ഞാനൊരു പോസ്റ്റർ കണ്ടു, ഫസ്റ്റ് അത് തന്നെ ഒന്ന് കാണിച്ചു തരാം. നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ കാർ ഓടിച്ച് ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വഴിയാത്രക്കാരൻ തങ്കരാജ് മരിച്ചു. ഒച്ചയും ബഹളവും ഒക്കെ ആടേ. അപ്പോൾ ആ ചേട്ടൻ പോയി. സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ചെറുക്കൻ്റെ അച്ഛൻ ഒരു വക്കീലാണെന്ന് കേട്ടു. അമ്മ അത്യാവശ്യം നല്ല ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫിനാൻഷ്യലി ഒക്കെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബമാണ്. ഇതൊക്കെയാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ സിദ്ധാർത്ഥന് എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്, അപ്പോൾ പൈസയൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അച്ഛൻ വക്കീലും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഊരിങ്ങ് പോന്നേക്കും. മനസ്സിലായില്ലേ? ഊരിപ്പോരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനിയും ഊരിപ്പോന്നില്ലെങ്കിൽ കുറച്ചു കാലം അകത്ത് കിടക്കാനുള്ള പണി ചെറുക്കൻ എന്തായാലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഇച്ചിരി സങ്കടവും തോന്നുന്നുണ്ട്. കാരണം അടിക്ക് ഫിറ്റായതിൻ്റെ പുറത്ത് പറ്റിയടേ, ഇത് ഇത്രയും വലിയ ഒരിക്കലും അവൻ പ്രതീക്ഷിച്ച് കാണത്തില്ല. വണ്ടി തട്ടിയ ചേട്ടൻ മേപ്പോട്ട് പോകുന്നൊന്നും എന്തായാലും അവൻ വിചാരിച്ച് കാണത്തില്ല ഇത്രയും ദിവസവും. സത്യം പറഞ്ഞാൽ ഈ നിമിഷം അവൻ്റെ മാനസിക നില എന്തായിരിക്കും എന്നാണ് എൻ്റെ തലയിൽ വന്നത്. അതാണ് ദൈവമേ. കാരണം ചെറിയ കേസൊന്നും അല്ല, വണ്ടി കൊണ്ട് തട്ടി, അതും കള്ളു കുടിച്ച്. ഇനി അവൻ്റെ ജീവിതത്തിൽ അവൻ കള്ളു കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും അനുഭവിച്ച് കാണും ഈ കുറച്ച് ദിവസങ്ങൾ. മനസ്സിലായില്ലേ? ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തൊക്കെയാ പോയത്. ഇൻസ്റ്റഗ്രാമിലൊന്നും ഇപ്പം കാണുന്നില്ല ചെറുക്കനെ. എന്തോ അവൻ്റെ ആ ഒരു സൈഡിൽ, അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥയെ പറ്റി ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. അപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. ഇതൊരു പാഠമാണ് സിദ്ധാർത്ഥന് മാത്രമല്ല. സിദ്ധാർത്ഥനെ പോലെ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ മൂപ്പങ്ങോട്ട് കയറിയിട്ട് തോന്നിവാസം വണ്ടിയെ കിടന്ന് കാണിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കൊണ്ട് കയറ്റുന്ന എല്ലാവന്മാർക്കുള്ളൊരു പാഠമാണ്. അല്ലെങ്കിൽ കള്ളു കുടിച്ച് വണ്ടി ഉണ്ടാക്കുന്നവന്മാരെന്ന് വണ്ടി ഓടിക്കുന്നവന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായത്. ഇതുപോലൊക്കെ ആയിപ്പോവും. വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു പവർ കയറും. മനസ്സിലായില്ലേ? അതിൻ്റെ ഇതിൽ നമ്മളങ്ങ് ഓടിക്കും, വണ്ടി ഏതുവഴി വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ കാണിച്ചാൽ ഈ ചെറുക്കന് പറ്റിയിരിക്കുന്ന അവസ്ഥ പറ്റും. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിക്കോണം. പിന്നെ ഇവനെ അന്ന്, അതായത് ഈ പയ്യൻ വണ്ടി കള്ളു കുടിച്ച് ഓടിച്ച് ആ ചേട്ടനെ ഇടിച്ച ദിവസത്തെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇതൊന്നുകൂടെ നിങ്ങൾ കണ്ടിരിക്കണം. ഇതൊന്ന് കണ്ടോ, എന്നിട്ട് ബാക്കി പറയാം. കോടതി ഞങ്ങൾ വഴി വന്നേ, നീ എന്നെ ചവിട്ടുക, നീ എന്നാ പോക്ക പോണേ, നീ എല്ലാ പുള്ളിനെ ഇടിച്ചിട്ടേ ബാക്കി കാണിക്കാമേ. ഒരൊറ്റ കാര്യം പറയാനാ ഇവിടെ. ദൈവം, കോടതി, നിയമം മൂന്നും കൂടെ മോന് നന്നായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് നീ ഒന്ന് മനസ്സിലാക്കണം. മൂന്നും
ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് തരാനുള്ളത് ആ ചേട്ടനെ കൊണ്ടുപോയി നിനക്ക് തരാനുള്ള തന്നു. ഇനിയും നിയമം അതിന് നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കോടതി ഇതിനൊക്കെ ശിക്ഷിക്കേണ്ടതാണ്. ആരും പണമെറിഞ്ഞ് മോനെ ഇറക്കിയില്ലെങ്കിൽ ഈ കാര്യത്തിൽ നീ നല്ല രീതിയിൽ കോടതി നിനക്കുള്ള പണി തരും. മനസ്സിലായോ? വീണ്ടും ഞാൻ പറയുന്നതൊക്കെ പാഠമാണ്, എനിക്കുൾപ്പെടെ പാഠമാണ്. ഒരു കാരണവശാലും നല്ല ബിയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാറൊന്നും എടുത്ത് പുറത്തിറങ്ങരുത്. മനസ്സിലായില്ലേ? അതും തോന്നിയ രീതിയിൽ മറ്റേ അങ്ങ് ഞാൻ അതുവഴിയൊക്കെ എടുത്തോണ്ടങ്ങ് പോവും വണ്ടി എന്നുള്ളൊരു മൂടും കാണിച്ച് പോയാൽ ചെറുക്കന് പറ്റിയ കണക്കാവും. അവൻ അന്ന് ആ റോഡിൽ കിടന്നപ്പോഴോ അല്ലെങ്കിൽ അടുത്ത ദിവസം പോലും അവൻ ചിന്തിച്ച് കാണത്തില്ല ഇങ്ങനെ ഇതിൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കും, ആ ചേട്ടൻ മരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവൻ്റെ ജീവിതകാലം മൊത്തവും അവനിത് ഓർത്തിരിക്കത്തില്ലേ? മറക്കാൻ പറ്റുമോ അവന്? എനിക്ക് തോന്നുന്നില്ല. എന്നും മനസ്സിലെ ഒരു മുറിവായിരിക്കും ഇത്. നന്മയുള്ള ഒരുത്തനാണെങ്കിൽ എനിക്ക് അങ്ങനെ അത്ര വലിയ മോശക്കാരൻ കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് അവൻ ചീത്ത സ്വഭാവം അല്ലെങ്കിൽ അവനെ അങ്ങനെ അങ്ങ് പറയാൻ ഞാനില്ല. അതായത് കള്ളു കുടിച്ചു കാണിച്ചത് വെറും ഡാഡി ഇല്ലാത്ത പരിപാടി ഇപ്പോൾ പറ്റിയിരിക്കുന്നത് എന്ന് വെച്ചിട്ട് അവൻ വളരെ മോശക്കാരനായിട്ടുള്ള വളരെ തോന്നി വായിച്ചായിട്ടുള്ള നമുക്കത് പറയാൻ ഒരു റൈറ്റും ഇല്ലടേ. അത് ശരിയല്ല ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് മാത്രം. പക്ഷെ ഈ കാര്യം ഇതിൽ അവനെ യോജിക്കാനേ പറ്റത്തില്ല. അടിച്ച് ചേള പൊട്ടിക്കേണ്ട പരിപാടി തന്നെ അവൻ കാണിച്ചത്. ഇവിടെ വേണ്ട, താഴത്തേക്ക് വല്ലോ അത് കൊടുത്തല്ലോ നല്ല രീതിയിൽ ആ പരിപാടി അതിനുള്ള. പക്ഷെ അതിലും വേറൊരു കാര്യമുണ്ട്, അവൻ്റെ കഴുത്തേലൊക്കെ പിടിച്ചോണ്ടൊന്നും ഞാൻ ഇതൊന്ന് കണ്ടേ, അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. വല്ലതും പറ്റിപ്പോയായിരുന്നെങ്കിലോ? കാണിത് എന്നിട്ട് ബാക്കി പറയാം. അത് വിട്ടേക്ക് ഇവിടെ ബാക്കി കാണിക്കാവേ. അവിടെ ആ ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് ഇവന്റെ കഴുത്തെ പിടിക്കുന്നവനല്ല, ഓപ്പോസിറ്റ് എന്ന് ഒരുത്തം പറയുന്നുണ്ട്. കഴുത്തേന്ന് വിടുന്ന ആ ഒരു സാധനം അവിടെ ഇന്ന് ഒരുത്തം പറയുന്നുണ്ട്. മനസ്സിലായോ? ആ പിടിച്ചവനോടാണ് അവനെ എന്റെ ശരിക്കും മുഖം ക്ലിയർ ആവുന്നില്ല. പോലീസുകാർ ഇനിയിപ്പോൾ സിദ്ധാർത്ഥനെ പൊക്കുമ്പോൾ പറ്റുമെങ്കിൽ ഇവന്റെ ഈ കഴുത്തെ പിടിച്ച് ആ നാറിയും കൂടെ ഒന്ന് പൊക്കണം കേട്ടോ. ബോധമില്ലേ അവന്? അവൻ കള്ളു പിടിച്ചിട്ടാണോ നിൽക്കുന്നത്? എൻ്റെ സംശയമാണ്. അവനും ഇനി അടിച്ചിട്ടാണോ നിൽക്കുന്നത്? ഒരുത്തൻ്റെ കഴുത്തെ പിടിച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം അവൻ്റെ കൈ വേണമെങ്കിൽ തിരിച്ചു പിടിച്ചോടിച്ച് ചിലപ്പോൾ അവനോട് കിടന്ന് ഷോ കാണിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. തെറിയൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പയ്യെ കയ്യും കാലും ഒക്കെ അവൻ്റെ കെട്ടിയിടാം. അവൻ്റെ കൊങ്ങക്കൊക്കെ പിടിക്കേണ്ട റൈറ്റ് അത് എവിടുന്ന് കിട്ടി ആ പുള്ളിക്ക്? അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാനത് അന്നും പറഞ്ഞതാ, ഇന്നും ഞാനത് പറയും. അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് അടിച്ചിട്ട് നിൽക്കുക. ആ ചെറുക്കിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഈ ചെയ്തവനും കൂടെ അകത്ത് പോയി കിടക്കുമോ? കഴുത്തെ പിടിച്ചവൻ അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. വേറൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, സിദ്ധാർത്ഥിനെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് വേറെ കാര്യം, നമുക്ക് ബാക്കി കാണാം. മതി, പോലീസിനെ ഇനിയും വിളിക്കുമൊന്നും വേണ്ട. പോലീസ് വീട്ടിലോട്ട് എത്തിക്കാണുമോ? എത്തിയോ? അത് നാളെ എത്തും. എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എത്തുമായിരിക്കും. വെളിയിൽ നിന്നുള്ള വിളികളൊന്നും ചെന്നില്ലെങ്കിൽ. പിടികിട്ടിയോ? മാധ്യമങ്ങളും വരുമായിരിക്കും എടുക്കാനായിട്ട്. ചിലപ്പോൾ വന്നു തുടങ്ങി, ഓരോരോ ചാനലിൽ പോസ്റ്റേഴ്സായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ രാത്രി തന്നെ ഇടും, ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ രാവിലെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ എന്തായാലും വന്ന് തുടങ്ങുന്നുണ്ട് പോസ്റ്റേഴ്സൊക്കെ. ഇതൊരു പാഠമാണ് എല്ലാവർക്കും. വീണ്ടും ഞാൻ പറയും, എല്ലാവർക്കും ഒരു പാഠമാണ്. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും അങ്കിളുമാരും ആൻറ്റിമാരും പിള്ളേരും ഒക്കെ അറിഞ്ഞു വെച്ചോ. വണ്ടി അടിച്ചിട്ട് എടുക്കാതിരിക്കുക. എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് വല്ല ഓട്ടോയോ ടാക്സിയോ ഒക്കെ എടുത്ത് പോകാൻ ശ്രമിക്കുക. ബൈക്ക് പോലല്ല, ബൈക്കിലൊക്കെ പോയി വല്ല അംഗം കാണിച്ചാൽ നമുക്കേ കൂടുതലും പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മളെ വല്ല വണ്ടി അടിയിലും പോയി കയറത്തുള്ളൂ. കാറെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, പറയാൻ പറ്റത്തില്ല. ബൈക്കിലാണെങ്കിലും തോന്നിവാസമൊക്കെ കാണിച്ച് റോഡ് സൈഡിൽ ആൾക്കാർ നിൽപ്പുണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്ത് കയറ്റിയ മോനെ വേണ്ട, അടിച്ചിട്ടുണ്ടോ വണ്ടി എടുക്കാതിരിക്കുക. അതാണ് എപ്പോഴും നല്ലത്. വീട്ടിൽ തന്നെ ഇരിക്കണേ. എന്തിനാ വെറുതെ റോട്ടിലിറങ്ങി നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു പാഠമാണ്, എല്ലാവരും ഓർത്ത് വെച്ചോ. സിദ്ധാർത്ഥേ, നല്ല ടൈമായിരുന്നു. ആ സമയത്താണ് നീ ഈ എല്ലാം ഒപ്പിച്ചത്. ഇനിയും അവസരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ നിന്റെ മനസ്സിലെന്നും കാണത്തില്ലേ ഒരുത്തരെ അടിച്ച് ഫിറ്റായി ഇടിച്ച് കൊന്നെന്നുള്ള സാധനം? അത് നീ മേൽ പോകുന്നോടം വരെ അത് നിന്റെ ഉള്ളിൽ തന്നെ കാണും. അങ്ങനെ പെട്ടെന്നൊന്നും അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.